ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഇൻകലിസ്റ്റ് സെറാമൈഡ് മോയ്സ്ചറൈസറിനെ കുറിച്ചാണ്. അപ്പോൾ സെറാമൈഡ്സ് എല്ലാവർക്കും സംശയം കാണും, അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേർക്ക് ഉള്ള സംശയമായിരിക്കും എന്താണ് സെറാമൈഡ്സ്. സെറാമൈഡ്സിനെ കുറിച്ചൊന്നും അറിയാതെ ചിലർ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. എന്താണ് സെറാമൈഡ് എന്ന് ആദ്യം നോക്കാം. സെറാമൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്പിഡ് ഫാമിലിയിൽ പെട്ടിട്ടുള്ള, അതായത് സങ്കീർണമായ ലിപ്പിഡ് ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒന്നാണ് സെറാമൈഡുകൾ. ലിപ്പിഡ് ഫാമിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കൊഴുപ്പുകൾ എന്നാണ് മീനിങ്. ബയോളജിക്കലായിട്ട് പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ കൊഴുപ്പുകൾ എന്നാണ് പറയുക. പലതരത്തിലുള്ള കൊഴുപ്പുകൾ ഉണ്ടാവും. നമുക്ക് ഫാറ്റ്, പിന്നെ എന്താ പറയുക, വൈറ്റമിൻസിൽ നിന്നും ഇതിൽ നിന്നൊക്കെയുള്ള ധാരാളം കൊഴുപ്പുകളുണ്ട്. ആ കൊഴുപ്പുകൾ തന്നെ പലതരത്തിലുണ്ടാവും. അപ്പം അതിൽ പെട്ടിട്ടുള്ള ഒന്നാണ് ഈ സെറാമൈഡുകൾ എന്ന് പറയുന്നത്. പിന്നെ വൈഡായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ വൈഡായിട്ട് അങ്ങനെ ബയോളജി പരമായിട്ടൊന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ക്രീം, അതിനെക്കുറിച്ച് ഞാൻ അടിസ്ഥാനപരമായിട്ട് എനിക്ക് അറിഞ്ഞിരിക്കണം. അപ്പം അതുകൊണ്ട് എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകൾ അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു. പിന്നെ ഞാനിന്ന് പ്രകൃതിയും രമണിയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നു നിന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ പറമ്പാണ്. ഈ സ്ഥലം പിന്നീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഷോർട്ട് വീഡിയോ ആയിട്ട്. ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഏരിയ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ട്, എൻ്റെ ഒരു ഹോം ടൂർ വീഡിയോയിലൊക്കെ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സെറാമൈഡ്സിലോട് തിരിച്ചെത്താം. അപ്പോൾ സെറാമൈഡ്സ് നമ്മളുടെ ചർമ്മത്തിൻ്റെ എലാസ്തികതയും തിളക്കവും, പിന്നെ നമ്മളുടെ ശരീരത്തിലെ ചർമ്മത്തിലെ ജലാംശമൊക്കെ നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് ഈ സെറാമൈഡ്സുകൾ. നമ്മളുടെ സ്കിന്നിൽ നിന്ന് തന്നെ സ്വാഭാവികമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സെറാമൈഡ്. അപ്പോൾ ഏജിങ് ആവും തോറും നമ്മളുടെ സ്കിന്നിലെ സെറാമൈഡ്സ് കുറയും തോറും നമ്മളുടെ സ്കിന്നിന്റെ തിളക്കവും, പിന്നെ എന്താ പറയുക, ആ ഒരു ഇലാസ്തികതയും, പിന്നെ ശരീരത്തിൽ ജലാംശം നിലനിർത്താനുള്ള ആ ഒരു കഴിവും എല്ലാം കുറഞ്ഞു വരും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും ഏതൊരു കുറവുകളും പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഡക്ട്സുകൾ ഇന്ന് നമുക്ക് വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 30-40 വയസ്സൊക്കെ ആകും തോറും നമ്മളുടെ സ്കിന്നിലെ സെറാമൈഡ്സ് കുറഞ്ഞു വരും തോറും നമുക്ക് ഇങ്ങനെയുള്ള ഓരോരോ സൈൻസ് കണ്ടു തുടങ്ങും. അപ്പോൾ എന്ത് വേണം? നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അകത്തോട്ടുള്ള സപ്ലിമെന്റ്സ് ഉണ്ട്. അപ്പൊ അത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അകത്തോട്ടുള്ള സപ്ലിമെന്റ്സ് എടുക്കും. ഇപ്പൊ നമുക്ക് പുറമെയാണ്, സ്കിന്നിലാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ധാരാളം ഉൽപ്പന്നങ്ങൾ ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണ്. ഇതുപോലെ സെറാമൈഡ്സ് കൃത്രിമമായിട്ട് ഉൽപ്പാദിപ്പിച്ച് നമ്മളുടെ സ്കിന്നിന്റെ ചർമ്മ സംരക്ഷണം ഉറപ്പുവരുത്താവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ സെറാമൈഡ്സിന്റെ ക്രീമുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവ നമ്മളുടെ സ്കിന്നിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. നമ്മളുടെ സ്കിന്നിന്റെ ഇലാസ്തികത നിലനിർത്തുകയും മാത്രമല്ല നമ്മളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഏജിങ് അതിനെ കുറയ്ക്കുകയും, ഇതിൽ ആന്റി ഏജിങ് ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, അതായത് ഈ സെറാമൈഡ്സിൽ ആന്റി ഏജിങ് ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ആ ഒരു ഏജിങ്ങിനെ ബാധിക്കുന്നത് വളരെ കുറച്ചുകൊണ്ട് വരികയും നമ്മളുടെ യുവത്വം നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സ്കിന്നിൽ ഉണ്ടാകുന്ന അലർജിക്കെതിരെയും ബാക്ടീരിയകൾക്കെതിരെയും ഇത് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇത് എല്ലാ സ്കിൻ ടൈപ്പുകൾക്കും യോജിച്ച ഒരു മോയ്സ്ചറൈസറാണ് ഈ സെറാമൈഡിന്റെ മോയ്സ്ചറൈസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഭയങ്കര ഹാർഷായിട്ടുള്ള ഒരു ഘടകമേ അല്ല ഈ സെറാമൈഡ് എന്ന് പറയുന്നത്. നമ്മളുടെ ബോഡിയിലും ഒക്കെ ഉൽപ്പാദിപ്പിച്ച് വരുന്ന ഒരു സംഗതിയാണ് ഈ സെറാമൈഡ്, അല്ലെ? അപ്പം അത് നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പുറമേ നിന്ന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു മേക്കപ്പ് ബേസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മേക്കപ്പ് ബേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം കുറെ നേരം മേക്കപ്പ് ഇട്ടിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നേരം ഇത് ലോങ് ലാസ്റ്റ് ആയി നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആയിട്ട് വെക്കാനായിട്ട് ഈ സെറാമൈഡ് ക്രീമുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. സ്കിൻ ടൈപ്പ്, ഏതൊക്കെ സ്കിൻ ടൈപ്പുകൾക്കാണ് ഈ സെറാമൈഡ് നന്നാവുക അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഓയിലി സ്കിൻ ആണ്. അപ്പോൾ ഓയിലി സ്കിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാനത് ഓയിലി സ്കിൻ പറയാൻ കാരണം, ഓയിലി സ്കിൻകാർക്കാണ് ഈ സെറാമൈഡ്സ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടാന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓയിലി സ്കിൻകാർക്കാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിലെ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെയധികം കൂടുതലാണ്. അപ്പം അങ്ങനെ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കൂടുതലാകുമ്പോൾ എന്താ ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും
ബ്ലാക്ക് ഹെഡ്സും നമ്മളുടെ പോഴ്സൊക്കെ അടയാനുള്ള സാധ്യത, നമ്മളെ സ്കിന്നിലെ സുഷിരങ്ങളൊക്കെ അടയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അടയുമ്പോൾ ആ എന്താണ് പുറമേ നിന്നുണ്ടാവുന്ന എന്താ പറയുക, കാറ്റും പൊടിയും ഒക്കെ ഏറ്റിട്ടുള്ള ആ ഒരു ഡേർട്ടും ഒക്കെ നമ്മളെ സ്കിന്നിൽ വന്ന് അടിയുകയും സ്വാഭാവികമായിട്ടും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സെറാമൈഡ്സിന്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിലൂടെ അതിനെല്ലാം തടയാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വരണ്ട ചർമ്മക്കാർക്കാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ സ്കിന്നിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് സെറാമൈഡുകൾ എന്ന്. അപ്പോൾ എന്താ ഉണ്ടാവുക, നമ്മളുടെ സ്കിന്നിൽ വരൾച്ച വരാൻ സാധ്യത എങ്ങനെയാണ്, നമ്മളുടെ സ്കിന്നിൽ നിന്ന് നമ്മളുടെ സ്കിന്നിലെ ജലാംശമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുമ്പോൾ ഈ ഒരു സെറാമൈഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ സ്കിന്നിൽ ഓൾറെഡി നമ്മളെ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ജലാംശം അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ കൊടുക്കുന്നതും കൂടി നമ്മളെ സ്കിന്നിൽ വരണ്ട് പൊട്ടുന്നതും കീറുന്നതുമായിട്ടുള്ള, നമ്മളെ ചിലവരെ കണ്ടിട്ടുണ്ട് പാമ്പിന്റെ പടം ഒക്കെ ഇതാവുന്ന പോലെ ഇങ്ങനെ ഒന്ന് സ്കിന്നിൽ ഇങ്ങനെ വരകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളർ ഇങ്ങനെ വരും ഫേസിലും കാലിലും പിന്നെന്താ കയ്യിലൊക്കെ വരുന്നത് കാണാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ ഈ സെറാമൈഡ് യൂസ് ചെയ്യുന്നത് വരണ്ട ചർമ്മക്കാർക്കും വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് സെൻസിറ്റീവ് സ്കിന്നിന്റെ കാര്യമാണ്. സെൻസിറ്റീവ് സ്കിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ പ്രൊഡക്ട്സ് മാറ്റി യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഇറിറ്റേഷനും ഇച്ചിങ്ങും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അത് സെൻസിറ്റീവ് സ്കിന്നുകാർക്കും വളരെ അനുയോജ്യമാണ്, യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കോമ്പിനേഷൻ സ്കിന്നാണ് കേട്ടോ. കോമ്പിനേഷൻ സ്കിന്നിനും വളരെ അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് ഈ സെറാമൈഡിന്റെ ക്രീമുകളായാലും സെറംസ് ആയാലും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സെൻസിറ്റീവ് സ്കിന്നുകാർ അത് സെറമായിട്ടോ അല്ലെങ്കിൽ ക്രീമുകളായിട്ടോ മോയ്സ്ചറൈസറായിട്ടോ യൂസ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് നല്ലതെന്ന് തോന്നുന്നത് ആ രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സെറാമൈഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു പ്രൊഡക്റ്റിന്റെ കൂടെയും കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇത് പറഞ്ഞു വന്നത് സെറാമൈഡ് അത്രയും നല്ല ഒരു മോയ്സ്ചറൈസർ ആണ് എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു 2 മന്തായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് വളരെ 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 നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഞാൻ പല പ്രൊഡക്ട്സിന്റെ റിവ്യൂ പറയുമ്പോൾ ഒരു 2-3 മാസമൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഞാൻ റിവ്യൂ പറയാറ്. കാരണം എനിക്ക് എങ്ങനെയാണ്, എനിക്ക് നന്നായിട്ടുണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എനിക്ക് ആ റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ. മാത്രമല്ല അതിനെക്കുറിച്ച് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിട്ടും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടി. ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര് ദ ഇൻകേലിസ്റ്റ് ബയോ ആക്റ്റീവ് സെറാമൈഡ് റിപ്പയറിംഗ് ആൻഡ് പ്ലംബിംഗ് മോയ്സ്ചറൈസർ എന്നാണ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ മേടിച്ചതല്ല, ഇതിൻ്റെ ഒരു ബോട്ടിലും കൂടെ ഉണ്ട് സെയിം തന്നെ. ഇത് വരുന്നത് എത്ര ഗ്രാമാണെന്നൊന്നും എഴുതിയിട്ടില്ല ഇതിൽ കേട്ടോ. ഈ ഒരു ബോട്ടിൽ 50 ml ആണ് ഇത് വരുന്നത്. ഈ 50 ml ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഏതാണ്ട് 2500 സംതിങ് രൂപ വരുന്നത്. UK നിർമ്മിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് എൻ്റെ കയ്യിലെത്തിയത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് എനിക്കിത് കിട്ടിയത്. ഒരു 5000 രൂപയുടെ അടുത്തുണ്ട്. ഇതിന്റെ 2 ബോട്ടിലുണ്ട് എൻ്റെ കയ്യിൽ. ഇത് ഈ സൈഡ് എൻ്റെ നിന്ന് പൊട്ടിപ്പോയി. പൊട്ടിയത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം ഈ ഒരു ബോട്ടിലാണ് എടുത്തത്. മറ്റേത് പൊട്ടിക്കാതെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഞാൻ ഇത്രയും എടുത്ത് തീർത്തിട്ടാണ് ഞാൻ ഒരു റിവ്യൂ ചെയ്യണത്. എനിക്ക് ഇതുകൊണ്ടുണ്ടായ ഗുണങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് നിരന്തരം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല, സ്കിന്നെല്ലാം ക്ലിയർ ആയി, വേറെ സ്കിന്നിൽ പ്രോബ്ലംസ് ഒന്നുമില്ല. പിമ്പിൾസ് ഒക്കെ വന്നിരുന്ന ഒരു സ്കിന്നാണ്, പീരീഡ് സമയത്തൊക്കെ പിമ്പിൾസ് വരുന്ന ഒരു സ്കിന്നാണ്. പക്ഷെ ഇത് യൂസ് ചെയ്തതിന് ശേഷം പിമ്പിൾസ് ഒന്നും അങ്ങനെ വന്ന് കാണാനില്ല. അപ്പം ഇത് ആ 2 ബോട്ടിലിന് ഏതാണ്ട് ഒരു 5000 രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ UK കൊണ്ടുവന്ന സംഗതിയാണിത്. എനിക്ക് ജീവിതത്തിൽ ആരും ഇങ്ങനെ ഇത്രയും വലിയൊരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന്, അതായത് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടോ അങ്ങനെ ആരും കൊണ്ടുവന്ന് തന്നിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ് അങ്ങനെ ഫ്രണ്ട് വഴി ഇത്രയും വില കൂടിയ ഒരു ഗിഫ്റ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒന്നുമില്ല, തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഞാൻ UK പോകേണ്ടി വരും. അപ്പം അത് കാരണം ഇങ്ങനെ പിശുക്കിയാണ് എടുക്കണത്. പിന്നെ ഇനി അവൾ വരുമ്പോൾ കൊണ്ടുവരുമോ ഇല്ലയോ ഒന്നും അറിയില്ലല്ലോ. അപ്പം ഞാനിത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടും വീഡിയോസ് ചെയ്യുന്നതുകൊണ്ടും റിവ്യൂസ് ചെയ്യുന്നതുകൊണ്ടൊക്കെ ഞാനിങ്ങനെ യൂസ് ചെയ്ത് ഇത് വരട്ടെ, ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്. ഇത് കുറച്ച് നാളായി കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാനപ്പം സെറ്റാഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിരുന്നു. അത് ഏതാണ്ട് തീർന്നു.
ഏതാണ്ട് തീർന്നല്ല, തീർന്നു അത്. അപ്പം എടുത്തതാണത്. എടുത്തിട്ട് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടൊന്നും റിവ്യൂ പറയാൻ പറ്റില്ല. ഒരു പ്രൊഡക്റ്റ് നമ്മൾ അത്രയും യൂസ് ചെയ്തതിന് ശേഷമേ നമ്മളെ സ്കിന്നിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ റിവ്യൂ പറയുന്നത്. നമ്മളുടെ യൂട്യൂബേഴ്സ് ആരും, അതായത് ബ്യൂട്ടി വ്ളോഗേഴ്സോ അല്ലെങ്കിൽ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള റിവ്യൂസ് ചെയ്യുന്നവരും വീഡിയോസ് ചെയ്യുന്നവരാരും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ഞാൻ ചെയ്ത് കണ്ടില്ല. കാരണം ഞാൻ കുറേ നോക്കി, അതായത് എനിക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മളുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സ്കിന്നിനൊക്കെ സ്യൂട്ട് ആവുന്ന ഒന്നാണോ ഇത്, ആരെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ ഞാൻ കുറേ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ ആരും ഇതിനെക്കുറിച്ച്, ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് റിവ്യൂ ചെയ്തതായിട്ട് കണ്ടില്ല. കുറേ സായിപ്പുമാരും മദാമാരും ഒക്കെ വന്നിരുന്നിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഗൂഗിൾ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഗൂഗിൾ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഇതിൽ കൊടുത്തിട്ടുള്ളത്, ഇതിലെനിക്കൊന്നും വായിക്കാൻ അറിയില്ല, കാരണം വേറെ എന്തൊക്കെയോ ഭാഷകളാണ് എഴുതിയിരിക്കുന്നത്. നമ്മളുടെ സ്കിൻ ബാരിയറിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതായിട്ട് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ സ്കിന്ന് വളരെ സ്മൂത്ത് ആക്കുന്നും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ ശരിക്കും. അല്ലാണ്ട് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് കുറച്ച് ഞാൻ നോട്ട് ചെയ്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ആൻറ്റി ഏജിങ് ഉണ്ടാക്കുന്നത് കുറയ്ക്കും. പിന്നെ 24 മണിക്കൂർ ഹൈഡ്രേഷൻ തരുന്ന ഒരു സ്കിൻ കെയർ ക്രീമാണ്. സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്നത് ഷിയ ബട്ടർ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ റിങ്കിൾസിനും ഫൈൻ ലൈൻസിനും ഒക്കെ എതിരായിട്ട് ഇത് പ്രവർത്തിക്കുന്നു, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളെ അത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലുള്ളത്. ഏതാണ്ട് ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ച് അല്ലെങ്കിൽ സെറാമൈഡ് എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഏകദേശം ഒരു എന്താ പറയുക, ഒരു ബിഗിനർ ആയിരിക്കുന്ന ഒരാൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പം അത് നമ്മളുടെ ഈ നാട്ടിലൊന്നും കിട്ടാനില്ല. UK-ലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് വരുത്തിക്കോളൂ, സൂപ്പറാണ്. പിന്നെ വീഡിയോ ചെയ്ത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എങ്കിൽ അതിനെക്കുറിച്ചുള്ള ചെറിയ കമൻറ്റ്സ് ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്തണേ. അത് മാത്രമല്ല, ഞാൻ ഇപ്പോൾ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ എങ്ങനത്തെ വീഡിയോസാണ് ഇടുന്നത്, നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് അറിയാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമൻറ്റിൽ പറയുകയെന്നുവെച്ചിട്ടുണ്ടെങ്കിലും നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.